നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ ജീവൻ ആപത്തിലാണെന്ന് പറയുമ്പോ ആ ഗൗരി എന്നെ കൊല്ലുവോ? എന്റെ ദൈവമേ, എന്തൊക്കെയാണോ അവ വരാൻ പോകുന്നത്? ഒന്നും കാണാതെ ഗുരു അമ്മ എന്നെ വിളിച്ചിങ്ങനെ പറയില്ല. എത്രയും പെട്ടെന്ന് ഈ കാര്യം അമ്മയെ ആന്റി അറിയിച്ചിട്ട് ഗുരുവമ്മയെ പോയി കാണണം. ഇത് ഗൗരിയുടെ പണിയാ. വേണ്ട ഗൗരി, നിന്റെ കളിയൊന്നും എന്നോട് വേണ്ട. എന്റെ കയ്യിലെ മോതിരമുണ്ട്. എന്റെ അടുത്ത് വന്ന് എന്നെ തൊട്ടാലേ നീ ഭസ്മമായി പോവും. വെറുതെ കളിക്കാൻ നിൽക്കരുത്. മര്യാദയ്ക്ക് വാതിൽ തുറന്നിട്ട് വേഗം പൊക്കോ. നിന്റെ മോതിരമൊന്നും എന്നെ ഒന്നും ചെയ്യില്ലടി. നിന്നെ തീർക്കാൻ എനിക്കറിയാം. ഇത് ഒറിജിനൽ പാമ്പാണോ അതോ ഗൗരി പാമ്പായതാണെന്ന് അറിയാൻ പറ്റുന്നില്ലല്ലോ. എന്നെ കൊത്തല്ലേ പാമ്പേ. അയ്യോ, ആരെങ്കിലും വന്നൊന്ന് വാതില് തുറക്കണേ. അയ്യോ അയ്യോ, ആരെങ്കിലും ഒന്ന് വരണേ. അയ്യോ പാമ്പേ, ആരെങ്കിലും വന്നൊന്ന് വാതില് തുറക്കണേ. ശ്രേച്ചി, 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 എന്താ പറ്റിയേ? നിന്ന് പ്രസംഗിക്കാതെ വാതിൽ തുറക്കടി. എന്നോട് പാമ്പ് കൊല്ലാൻ ഓടിക്കുവാ. അയ്യോ പാമ്പോ. എങ്ങോട്ട്? പാമ്പ്, പാമ്പ് എവിടെ? പാമ്പ് എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. എന്റെ നീയും ഗൗരവത്തുള്ള കളിയല്ലേ, എനിക്കറിയാം. ഞാനൊന്നും ചെയ്തില്ലല്ലോ ശ്രേച്ചി. ഇവിടുന്ന് കരയുന്ന ശബ്ദം കേട്ടിട്ടാ ഞാൻ ഓടി വന്നത്. അപ്പഴാ വാതിൽ അടഞ്ഞു കിടക്കുന്ന കണ്ടത്. ഓ, അവളുടെ ഒരു അഭിനയം ഒട്ടും ഓറായിട്ട് തോന്നത്തേയില്ല. നിന്റെ ഈ നോട്ടോ മുഖം കണ്ടിട്ട് ഭിത്തിയിൽ വെച്ച് ഉരയ്ക്കാനാ തോന്നുന്നേ. നിന്നെ ഞാനിന്ന്. പക്ഷെ നീ ലിമിറ്റ് വിട്ടാ ശ്രേയ, നിനക്ക് ഈ നകുലിനെ അറിയില്ല. നീ കാണുന്ന ലോക്കൽ ഗുണ്ടകളെ പോലെ അല്ല നകുൽ. ഇതാള് വേറെയാ. തൊട്ടാൻ നിന്റെ കൈ പൊള്ളും. ഓ, നിന്നെ ഉപദ്രവിക്കാനും പറ്റാതെ ആയല്ലോ. നാശം. ശ്രേച്ചിക്ക് എന്താ പറ്റിയത്? എന്തൊക്കെയാ ഇപ്പൊ പറഞ്ഞിട്ട് പോയത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.